ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. പഴയന്നൂർ ടൗണിൽ വോട്ട് അഭ്യർത്ഥനയുമായി LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും നേരിട്ടെത്തി വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കി സ്ഥാനാർത്ഥി പര്യടനം നടത്തി. പഴയന്നൂർ ടൗണിനെ ആവേശക്കടലാക്കിയ LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ പര്യടനം വോട്ടർമാരെ നേരിൽ കണ്ടും കുശലാന്വേഷണങ്ങൾ നടത്തിയും സ്ഥാനാർത്ഥി പഴയന്നൂരിൽ സജീവമായി. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഓരോന്നായി കയറിയും ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണ തൊഴിലാളികളെ കണ്ട് വിശേഷങ്ങൾ പങ്കുവച്ചുമാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത്. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM അസീസ്, KP ശ്രീജയൻ, N അമൽരാജ് എന്നിവരും CPI മണ്ഡലം കമ്മിറ്റി അംഗം KS സുകുമാരനും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി, പഞ്ചായത്ത് അംഗങ്ങളായ PC ഹരിദാസൻ, PC ശിവകുമാർ, ഗീത ഉണ്ണികൃഷ്ണൻ, അഖില CU, N ബാബു എന്നിവർക്ക് പുറമെ DYFI നേതാക്കളായ KP കൃഷ്ണകുമാർ, AB നൌഫൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിൽ പങ്കുചേർന്നു. ഇടപെടൽ താഴെ നടത്തിയിട്ടുണ്ട്. കിട്ടിയ സമയം പാഴാക്കാതെ കഴിഞ്ഞ 1.5 കൊല്ലവും അതിനു മുമ്പ് 5 കൊല്ലവും ആ സമയം നല്ലപോലെ താഴെ ഇടപെട്ടിട്ടുണ്ട്. കൂടാതെ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ നൽകി ഞങ്ങൾ രണ്ടുപേരും കെ രാധാകൃഷ്ണനായാലും ഞാനായാലും ഞങ്ങൾ സമയം കളയാതെ താഴെ തട്ടി നല്ലപോലെ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാവും എന്നതിൽ സംശയമില്ല. ഈ ലൈഫ് പദ്ധതിയിൽ ഒരുപാട് പേർക്ക് വീട് കിട്ടിയിട്ടില്ല, സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടാണ് ചിലർക്ക് കിട്ടാത്തത്, അങ്ങനെയൊക്കെ ഒരുപാട് പരാതികളുണ്ട്. അതൊക്കെ എങ്ങനെ ഇപ്പോൾ പച്ചയായ സത്യമല്ലേ? നമ്മൾ അടയ്ക്കുന്ന നികുതി പണം കൃത്യമായി നമുക്ക് കിട്ടേണ്ട പണം കേരളത്തിലേക്ക് ലഭിക്കാതെ നമ്മൾ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും അനുഭവമാണ്. എത്രയോ ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ, അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഇങ്ങോട്ട്, നമ്മുടെ പണം ഇങ്ങോട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ. ഇതുകൂടാതെ നമുക്ക് ഓരോ പദ്ധതിയും സംയുക്തമായി നടത്തുന്ന പദ്ധതി പലതിനും ഫണ്ട് ലഭിക്കാതിരിക്കുന്നു. അങ്ങനെ പലതുമായി മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ വന്നാലും സർക്കാർ പിടിച്ചു നിന്നുകൊണ്ടാണ് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് താഴെ വോട്ടർമാരെ എല്ലാവരും ഇതിൻ്റെ ഗുണഭോക്താക്കളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗവും സർക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത ദിവസം അതിൻ്റെ പൈസ വിഹിതം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് കൊടുക്കുന്നത് കുറേ സാധാരണക്കാർക്ക് ആശ്വാസമാകും. വീടിൻ്റെ 2ാം വീട് കിട്ടേണ്ട ആളുകൾ, 3ാം വീട് കിട്ടേണ്ട ആളുകൾക്ക് അതൊക്കെ ആശ്വാസമായി മാറും. CCV ന്യൂസ്, പഴയന്നൂർ.